ഹായ് വെൽക്കം ബാക്ക് ടു വെബ് ഡെവലപ്മെൻറ്റ് കോഴ്സ്. നമ്മൾ ഏതൊരു കാര്യം ഡിസൈൻ ചെയ്യുമ്പോഴും അത് ഫോം ചെയ്യുന്നതിനാവശ്യമായ സ്കെൽട്ടനെ കുറിച്ച് മനസ്സിലാക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വെബ് ഡിസൈനിങ്ങിൻ്റെ സ്കെൽട്ടൻ ഫോം ചെയ്യുന്നതിനാവശ്യമായ കമ്പോണൻസിനെ കുറിച്ച് നോക്കാം. ഫോർ ദാറ്റ് ഞാനിവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുകയാണ്. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഏത് ബ്രൗസറും യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ വിക്കിപീഡിയയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ടൈപ്പ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് www.wikipedia.org. ഇത് വിക്കിപീഡിയയുടെ ഒഫീഷ്യൽ വെബ് പേജാണ്. ഞാനിതിനെ ഇൻസ്പെക്റ്റ് ചെയ്യുകയാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്റ്റ് എലമെൻ്റ് എടുക്കുന്നു. സോ നിങ്ങൾക്കിപ്പോൾ രണ്ട് സെക്ഷൻ കാണാൻ കഴിയും. ലെഫ്റ്റ് സൈഡിൽ വിക്കിപീഡിയയുടെ ഹോം പേജും റൈറ്റ് സൈഡിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള HTML കോഡുമാണ് കാണുന്നത്. നൗ ലിസൺ. ആക്ച്വലി നമ്മൾ ഈ ഒരു അഡ്രസ് ബാറിൽ ഒരു അഡ്രസ്സ് ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് വിൽ സെൻഡ് എ റിക്വസ്റ്റ് ടു ദ സെർവർ. സെർവറിലോട്ടേക്ക് ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യാണ്. ആൻഡ് ഈ സക്സസ്ഫുൾ സെർവർ നമുക്ക് തിരിച്ച് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള HTML കോഡ് സെൻഡ് ചെയ്യും, വിച്ച് ഈസ് ഡൗൺലോഡഡ് ബൈ അവർ കമ്പ്യൂട്ടർ. സോ ഇവിടെ നമ്മുടെ ബ്രൗസർ, അതായത് ഞാനിവിടെ ഗൂഗിൾ ക്രോം ആണ് യൂസ് ചെയ്തത്, ഈ കോഡ് റീഡ് ചെയ്യുകയും അക്കോർഡിംഗ്ലി അതിനെ റെൻഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗോട്ട് ഇറ്റ്? സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഈ ഓരോ HTML എലമെൻറ്റിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.